ലിറ്റിൽ ഫ്ലവേഴ്സ് ഓഫ് സെൻറ്റ് ഫ്രാൻസിസ് ഓഫ് അസീസി എന്നൊരു പുസ്തകത്തിൽ ഫ്രാൻസിസിനെ കുറിച്ച് അനേകം കഥകളുണ്ട്. അതിൽ ചെറിയൊരു കഥ ഇപ്രകാരമാണ്. ഫ്രാൻസിസ് ഒരു സായാഹ്നത്തിൽ ഒരു മുന്തിരിത്തോട്ടത്തിൽ പോയിരിക്കുമ്പോൾ അവിടുത്തെ കൃഷിക്കാരൻ വന്നിട്ട് ഫ്രാൻസിസിനോട് പറയുന്നുണ്ട്, ഫ്രാൻസിസെ നീ ഇവിടെ ഇരിക്കരുത്. ഫ്രാൻസിസ് തിരിച്ചു ചോദിക്കുന്നുണ്ട്, എന്താ ഞാൻ ഇവിടെ ഇരിക്കേണ്ടതെന്ന് പറയണേ. അപ്പോൾ കൃഷിക്കാരൻ പറയുന്നുണ്ട്, നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ ഈ ഗ്രാമം മുഴുവനും നിന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വരും, എൻ്റെ ഈ മുന്തിരിത്തോട്ടം നശിച്ചു പോകുന്നു. ഫ്രാൻസിസ് എല്ലാ രാജ്യങ്ങൾക്കും ഭാഷകൾക്കും കൾച്ചറുകൾക്കും മതങ്ങൾക്കൊക്കെ അപ്പുറമായിരുന്നു. എല്ലാ മനുഷ്യരാലും സ്നേഹിക്കപ്പെട്ടൊരു മനുഷ്യൻ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ഉത്തരവുള്ളൂ, ഫ്രാൻസിസ് മറ്റൊരു ക്രിസ്തുവായിട്ട് മാറി. ഫ്രാൻസിസിൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ സ്വപ്നം അല്ലെങ്കിൽ ആഗ്രഹം എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഈ ഒരു ചോദ്യം ഫ്രാൻസിസിനോട് മാർപ്പാപ്പന്മാരും കർദിനാൾമാരൊക്കെ ചോദിക്കുന്നുണ്ട്. ഫ്രാൻസിസ് ഒരു സംശയം കൂടാതെ അതിനൊരു മറുപടി പറയുന്നുണ്ട്, എനിക്ക് സുവിശേഷം ജീവിക്കണം. ഒറ്റ വാക്കിൽ മാർപ്പാപ്പന്മാരും എല്ലാവരും കൂടി തിരിച്ചു പറയുന്നുണ്ട്, സുവിശേഷം അത് ജീവിക്കാൻ പറ്റത്തില്ല, അത് ജീവിക്കാൻ ഭയങ്കര പാടാണ്. പക്ഷെ അത് വെല്ലുവിളി എടുത്തിട്ട് ഫ്രാൻസിസ് പിന്നീടുള്ള തൻ്റെ ജീവിതം മുഴുവനും തെളിയിച്ച് കാണിച്ചു കൊടുക്കുകയാണ്, സുവിശേഷം ജീവിക്കാൻ സാധിക്കുമെന്ന്. അതേപ്രമേയം പറയാം, സുവിശേഷം അത് വായിക്കാനും കേൾക്കാനും ധ്യാനിക്കാനും പ്രസംഗിക്കാനും മാത്രമുള്ളതല്ല, സുവിശേഷം ജീവിക്കാനുള്ളതാണ്. ഒരിക്കൽ ഫ്രാൻസിസും തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായിട്ട് സുവിശേഷം പ്രസംഗിക്കാനായിട്ട് പോകുന്നുണ്ട്. അവർ കവലകളിലൊക്കെ ചുറ്റി സഞ്ചരിച്ച് തിരിച്ച് ആശ്രമത്തിൽ തിരിച്ചു വരുമ്പോൾ ഈ തൻ്റെ ശിഷ്യൻ ഫ്രാൻസിസിനോട് ചോദിക്കുന്നുണ്ട്, ഫ്രാൻസിസ് പിതാവെ, നമ്മൾ സുവിശേഷം പ്രസംഗിച്ചില്ലല്ലോ. അപ്പോൾ ഫ്രാൻസിസ് പറയുന്നൊരു മറുപടി ഉണ്ട്, നമ്മുടെ ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷണമെന്ന്. അതേപ്രമേയം ഈ വർഷത്തെ ഫ്രാൻസിസിൻ്റെ തിരുനാളായിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങുമ്പോൾ സുവിശേഷം വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന നമുക്ക് കുറച്ചുകൂടി സുവിശേഷം ജീവിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതിനുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ. ആമേൻ.